മോളിവുഡ് ടൈംസ് കണ്ടു. അഭിനവ് സുന്ദർ നായക്കാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. രാമു സുനിലാണ് എഴുതിയിട്ടുള്ളത്. നസ്ലിൻ, ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ് തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ മലയാളം കോമഡി ഡ്രാമ സിനിമയെ കുറിച്ച്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹൊറർ സംവിധായകനാകാൻ ആഗ്രഹിച്ച ഒരു അപ്കമിംഗ് ഡയറക്ടർ വിനീത് മാധവന്റെ കഥയാണ് മോളിവുഡ് ടൈംസ് എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു ഡാർക്ക് കോമഡി സിനിമയാണ് മോളിവുഡ് ടൈംസ്. 80s 90s കിഡ്സിന് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ നൊസ്റ്റാൾജിക് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറെ നല്ല റെഫറൻസുകളൊക്കെ ഉള്ള ഒരു പടമാണ്. ഇപ്പോ വീഡിയോ കാസറ്റ് കട, മമ്മി പടം, ആകാശഗംഗ, ഇന്ദ്രിയം, ഓർക്കുട്ടിന്റെ സ്ക്രാപ്പ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്റെയൊക്കെ ഏജിലുള്ള, അതായത് ഒരു 80s ബോൺ 90s കിഡ്സ് ആയവർക്ക് ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കും, അതായത് സിനിമ മേഖലയിൽ എത്തപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, സിനിമയെ സീരിയസ് ആയിട്ട് സമീപിക്കുന്നവർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് സിനിമയിലെ ഡാർക്ക് റിയാലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പടം കുറച്ച് ഡാർക്കാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് പറയാനും പറ്റുകയില്ല. അതുപോലെ തന്നെ ഒരു മസ്റ്റ് വാച്ച് എന്നോ അല്ലെങ്കിൽ വൻ സംഭവം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു എബോവ് ആവറേജ് എന്നേ ഞാൻ പറയുള്ളൂ. സിനിമയ്ക്കുള്ളിലെ സിനിമ അത് പറഞ്ഞു ഫലിപ്പിക്കുക, സാധാരണ ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ട് ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിലും ഉദയനാണ് താരം, അങ്ങനെ കുറച്ച് സിനിമകൾ മാത്രമേ ആ ഒരു കാറ്റഗറിയിൽ വന്നിട്ട് വലിയ ഹിറ്റ് ആയിട്ടുള്ളൂ. കാരണം ഇത് കൂടുതലും സിനിമാ ഫീൽഡിലുള്ളവർക്കാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക. സോ അത് സാധാരണക്കാർക്ക് കൂടി റിലേറ്റബിൾ ആയിട്ട് ഒരുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷെ ഇതിൽ സിനിമ വിത്ത് അഭിനവ് സുന്ദർ നായകിന്റെ ആദ്യത്തെ സിനിമ പോലെ തന്നെ ഡാർക്ക് കോമഡി കൂടി ബ്ലെൻഡ് ചെയ്ത് ഒരു വെറൈറ്റി പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. അത് രസമുണ്ടായിരുന്നു. ഇപ്പൊ ഇതിലെ പല പാരകളും സാധാരണക്കാർക്ക്, അവരിപ്പോ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അവർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ടൊരു പടമാണ്. എനിക്ക് പേഴ്സണലി വർക്കായി എന്ന് പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വല്ലാതെ ഫോക്കസ് ചെയ്തിട്ട് അതിനായിട്ട് നന്നായിട്ട് പ്രയത്നിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും കൂടുതൽ അവർക്ക് സംഭവിക്കുക ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് അങ്ങേയറ്റം കുതികാല് വെട്ടും പാരയും ഒക്കെയുള്ള ഫിലിം ഫീൽഡ് കൂടിയാകുമ്പോൾ അത് പീക്ക് ഡാർക്കായി മാറുന്നറിയാം. അസൂയ, കുശുമ്പ്, പാരവപ്പ്, ഇതെല്ലാം ഇഷ്ടം പോലെ ഈ മേഖലയിൽ ഉണ്ടാകും. അതുപോലെ ഈ മാനിഫെസ്റ്റേഷൻ എന്നത് പോസിറ്റിവിറ്റി ഒക്കെ ആണെങ്കിലും അത് സാക്ഷാത്കരിക്കുക എന്ന റിയാലിറ്റി കുറച്ച് കട്ടി തന്നെയാണ്. പ്രഷർ, ഹാർഡ് വർക്ക് ഒക്കെ നമ്മൾ ചെയ്താൽ കൂടിയും ഫലം എന്താകും എന്നുള്ളത് അനിശ്ചിതമാണ് എന്നുള്ളതും പടം പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഡാർക്ക് റിയാലിറ്റി ഓഫ് റിയൽ ലൈഫ് എന്നുള്ളത് കൂടിയാണ് ഈ സിനിമ. സോ വെറൈറ്റി സ്ക്രിപ്റ്റ്, ഫിലിം ഫീൽഡിലെ റിയാലിറ്റി പൊളിച്ചു കാണിക്കുന്നുണ്ട്. അത് വെച്ച് നമുക്കും നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പോക്ക് ഇതിനുണ്ട്. ഇതൊക്കെ പടത്തിന്റെ പോസിറ്റീവാണ്. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയും സിനിമയ്ക്കുണ്ട്. അഭിനയിച്ചവരുടെ ഒക്കെ നല്ല പെർഫോമൻസും പോസിറ്റീവാണ്. മെയിൻ ക്യാരക്ടറിനോട് തുടക്കം മുതൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് കൊണ്ട് പടത്തിൽ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. നായകൻ വിനീത് മാധവനായിട്ട് നസ്ലിൻ കൊള്ളാമായിരുന്നു. എനിക്ക് പേഴ്സണലി വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രമായിരുന്നു അത്. പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കുക, ഓവർ ഷെയർ ചെയ്യുക, എന്നിട്ട് മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ബ്രില്യന്റ് റൈറ്ററും ഫിലിം മേക്കറുമായ കഥാപാത്രമാണ്. എന്നാൽ ഒരു കുട്ടിത്തമുള്ള ക്യാരക്ടർ കൂടിയാണ്. പലപ്പോഴും നിഷ്കളങ്കനാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ പല മണ്ടത്തരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഓവർ നന്മ മരത്തിൽ നിന്നും ഒക്കെ പഠിച്ചു കയറി വരുന്ന ഒരു വ്യക്തിയാണ്. ഇതെല്ലാം വളരെ കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ നസ്ലിന്റെ ആ ഒരു നിഷ്കളങ്ക മുഖം പെർഫെക്റ്റ് മാച്ച് തന്നെയായിരുന്നു. നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നി. ഇതിൽ വേറെയും കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഷറഫുദ്ദീൻ അവതരിപ്പിച്ച സച്ചിൻ ഡേവിഡ്, സംഗീത് പ്രതാപിന്റെ അർജുൻ, അതുപോലെ അൽതാഫ് സലീം, റോഷൻ ഷാനവാസിന്റെ ക്യാരക്ടർ, ജഗദീഷിന്റെ വൈക്കം ഡേവിഡ്, പിന്നെ അപ്പുണ്ണി ശശി, രാജേഷ് മാധവൻ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, പ്രശാന്ത് അലക്സാണ്ടർ ഉൾപ്പെടെ അഭിനയിച്ച താരങ്ങളുടെ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ 2 സർപ്രൈസ് ക്യാമിയോ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. രണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു. നായികയൊന്നുമില്ല, അല്പം പ്രാധാന്യമുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ ഹന്ന എന്ന കഥാപാത്രം ഒരു സിനിമാ നടിയുടേതാണ്. അത് ചെയ്തിരിക്കുന്നത് ഗോപിക രമേശ് ആണ്. ഡീസന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പടം നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയും ഉണ്ട്. വിശ്വജിത്ത് ഒടുക്കത്തിലാണ് ഇതിന്റെ ക്യാമറ. നിതിൻ രാജാരോളും സംവിധായകനും ചേർന്നാണ് ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും ടോപ്പ് നോച്ച് ആണെന്ന് ഞാൻ പറയും. മലയാളത്തിൽ അങ്ങനെ അധികം കാണാത്ത ടൈപ്പ് ഒരു ഡിഫറൻറ്റ് സ്റ്റൈലാണ്, യൂണീക്ക് ആണ് ഇവരെ പിടിച്ചേക്കുന്നതെന്ന് പറയാം. അഭിനവിന്റെ ആദ്യത്തെ സിനിമയിലെ പോലെ തന്നെ ഇതിലും ആസ്പെക്ട് റേഷ്യോ വെച്ചിട്ട് ചെറിയ ചില പരീക്ഷണങ്ങളൊക്കെ ഇതിൽ നടത്തിയിട്ടുണ്ട്. അത് പ്രമേയം ആവശ്യപ്പെടുന്നത് കൊണ്ടുകൂടിയാണ്. പിന്നെ ജെക്സ് ബിജോയുടെ മ്യൂസിക്കും കൊള്ളാമായിരുന്നു. VFX ആനിമേറ്റഡ് സീൻസ് ഒക്കെയും നൈസ് ആയിരുന്നു. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ പടത്തിന് നല്ല ലെങ്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഇടയ്ക്ക് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്പം ലാഗ് അടിക്കുന്നുമുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് കട്ട് ഷോട്ട് ചെയ്തിട്ട് പറയാവുന്ന ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. അത് ഈ പ്രമേയം കൊണ്ടുകൂടിയാണ്. ചില കാര്യങ്ങളൊക്കെ ഇതിൽ റിപ്പറ്റേറ്റീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ ഡാർക്ക് ഐറ്റം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുമില്ല. ഡാർക്ക് കോമഡിയുടെ വേറൊരു പ്രശ്നം ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ കിട്ടില്ല എന്നുള്ളതാണ്. മൂന്തനുണ്ണിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു, ഇതിലും അതുണ്ട്. പക്ഷെ എനിക്ക് നായകനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ആ ക്യാരക്ടർ
ഡയറക്ടർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ പ്രശ്നം കുറച്ചൊക്കെ ഞാൻ തരണം ചെയ്തു എന്ന് പറയാം. സോ ഈ സിനിമ എല്ലാവരുടെയും കപ്പ് ചായ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സിനിമാ ഫീൽഡിലുള്ളവർക്ക് അല്ലെങ്കിൽ സിനിമയെ സീരിയസ് ആയിട്ട് സമീപിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് റിലേറ്റബിൾ ആകും. സോ അതുകൊണ്ട് തന്നെ ഇത് എന്തുമാത്രം തിയേറ്ററിലൊക്കെ വിജയിക്കുമെന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ മൊത്തത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പ്രമേയം കൊണ്ട് യൂണീക്ക് ആയിട്ടുള്ള ഒരു നല്ല സിനിമയാണിത്. പക്ഷെ ഒരു വൻ സംഭവം എന്നൊന്നും ഞാൻ പറയില്ല, അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ച് പോയി കാണരുത്. ഒരു ഡീസന്റ് പടമാണ് എന്ന് പറയാം. സിനി ഫയൽസ് ഒക്കെ ഈ പടം ഒന്ന് കണ്ടിരിക്കണമെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ പടം കഴിഞ്ഞ ഉടനെ എണീറ്റ് പോരുത്. പോസ്റ്റ് ആൻഡ് ക്രെഡിറ്റ്സിൽ ചെറിയ സീനുകളൊക്കെ ഉണ്ട്, രസകരമാണ്. പടം തിയേറ്ററിൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 48 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാൽ